വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. ഡേ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ് ഡേ. അപ്പോൾ സൺഡേ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ഥിരം കാണിക്കുന്ന കാര്യങ്ങൾ കാണിക്കാറുണ്ട്. കുറച്ച് ചില ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കാണിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തു. ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലേക്കുള്ള ഫുഡ് ദോശയും പിന്നെ ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് പീരിയഡ്സിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേദിവസം രാത്രി തന്നെ എനിക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു. രാത്രി ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ ഒരു മൂഡ് ഓഫിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. എണീറ്റത് ലേറ്റ് ആയിരുന്നു. തലേ ദിവസമായിരുന്നു നമ്മുടെ അസോസിയേഷനിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം കിടക്കുമ്പോഴൊക്കെ ലേറ്റായി. പിന്നെ എനിക്ക് നല്ല പീരിയഡ്സ് പെയിനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കര ടയേർഡായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുളിക്കാൻ കയറിയാൽ കുറച്ച് നേരം ആവും. അതുകൊണ്ട് തന്നെ എന്തായാലും ഫുഡ് കഴിക്കാം. ഫുഡ് മസ്റ്റാണല്ലോ, നമ്മൾ ടൈമിനൊക്കെ കഴിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ പോയിട്ട് കുളിച്ചപ്പോൾ ഒന്നൊരു ഫ്രഷായി. പിന്നെ ഈ പ്രാവശ്യത്തെ പീരിയഡ്സ് എനിക്ക് വലിയ ബുദ്ധിമുട്ട്, അത്രയ്ക്ക് ഭയങ്കര പെയിനോ കാര്യങ്ങളോ അസ്വസ്ഥതകളൊന്നും ഇല്ല. പക്ഷേ നോർമലി പീരിയഡ്സ് പോകുന്ന പോലെ തന്നെ ആ ഒരു ജേണി കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പെയിനും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും, സ്വാഭാവികമാണ്. അല്ലാണ്ട് എക്സ്ട്രീമിലി ആയിട്ടുള്ള പെയിനും നമുക്ക് ഭയങ്കര ബെഡ് റെസ്റ്റ് വേണം എന്നുള്ള തോന്നുന്ന രീതിക്കുള്ള പെയിന് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തോ ഭാഗ്യം. അപ്പോൾ എനിക്ക് വേറെ ഇന്ന് സൺഡേ ഒരു കല്യാണമുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ റിസപ്ഷനാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഞായറാഴ്ചയായിരുന്നു ഗുരുവായൂരിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവരധികം ആൾക്കാരെ ഒന്നും കൊണ്ടുപോയില്ല, കുറച്ച് പേരെ മാത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് റിസപ്ഷൻ പാലക്കാട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് പോകണം വൈകിട്ട്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നതിന് ശേഷം ഞാൻ മുടിയൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ എന്തായാലും സ്കിൻ കെയർ ചെയ്യും കേട്ടോ. സ്കിൻ കെയർ മസ്റ്റാണ്. പിന്നെ ഒന്നാമത് കാറ്റ് കാലമാണ്, നന്നായിട്ട് സ്കിന്ന് നമ്മുടെ നല്ല രീതിക്ക് ഡ്രൈ ആവും, ഹെയർ അടക്കം ഡ്രൈ ആവട്ടെ. അപ്പോൾ ഞാൻ ഫേസിൽ ഒരു ടോണറൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺക്രീം ഞാൻ പുറത്ത് പോകുമ്പോഴേ ഇടുന്നുള്ളൂ. അപ്പോൾ സൺക്രീം ഏകദേശം തീരുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം വാങ്ങാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. അപ്പോൾ ഓക്കെ, ഞാൻ സൺക്രീം ഒന്ന് കുറച്ച് സ്കിപ്പ് ചെയ്തിരിക്കണം കേട്ടോ. വീട്ടിൻ്റെ വെളിയിൽ പോകുമ്പോൾ എന്തായാലും ഞാൻ അപ്ലൈ ചെയ്യും. വീട്ടിലായതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസറും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ എന്തോ ഇങ്ങനെ വർക്കിൻ്റെ കാര്യം എന്തോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബ്ലൗസിൻ്റെ നമുക്ക് ആരി വർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കസ്റ്റമർ ഭയങ്കര തിരക്കിട്ടിട്ട് തന്നു. അപ്പോൾ നമുക്ക് തിരക്കിട്ട് തരുമ്പോൾ ആരി വർക്ക് പുറത്ത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ അവിടെയും കല്യാണ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ അവർക്കും തിരക്കുണ്ടാവും. അവരും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എങ്ങനെയാണ് സ്പീഡിൽ ചെയ്തു തരാനൊക്കെ പറ്റുമോ എന്നുള്ളവരൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളും അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ലിപ് ബാം ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ മുടി ഒപ്പുന്നില്ല കേട്ടോ, മേലെ മാത്രം നല്ല തിക്കായിട്ടുള്ളൂ. ഒരു കൊല്ലം മുമ്പ് എൻ്റെ മുടി നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കെയർ ചെയ്തതിന് ശേഷം മുടി ഗ്രോത്ത് ആവുന്നുണ്ട്. അത് പകുതി ദൂരം മുടി ഇങ്ങനെ എത്തിയിട്ടുള്ളൂ. ഇനി ഫുൾ ലെങ്ത്ത് വരാനുണ്ട്. അതുവരയ്ക്കും ഞാൻ വെട്ടാണ്ട് കൂട്ടുക കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് മാരേജൊക്കെ വരുമ്പോൾ മുടി വെട്ടാം എന്ന് വിചാരിച്ചിട്ടാണ്. അതുവരയ്ക്ക് ഇങ്ങനെ പൊക്കോട്ടെ. അതിന് നീളം വെക്കുന്നത് എത്ര വെച്ച് നീളം വെച്ചോട്ടെ. നമുക്ക് ലാസ്റ്റ് ആ ഒരു ടൈം ആകുമ്പോൾ മുടി ഭംഗിയിലൊന്ന് ഒപ്പം വെട്ടിയെടുക്കാം. സലൂണിലൊന്നും പോകുന്നില്ല, ഞാൻ തന്നെ എൻ്റെ ഭാഗം ഒന്ന് ഒപ്പമാക്കി വെട്ടിയെടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ വെളിയിൽ വന്നിട്ട് തുണിയൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. നമുക്ക് തുണിനെ തിരുമ്പിയോ കുറച്ചേരം തിരുമ്പുന്നുള്ളൂ കേട്ടോ. ഏകദേശം നല്ല രീതിക്ക് വെയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടൊരു 2-3 മണിയാകുമ്പോൾ അവിടെ വെയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തിരുമ്പിയിട്ട് തോരയിടണം. കല്യാണത്തിന് പോകുന്നതിന് മുമ്പേ അതൊക്കെ പണികളൊക്കെ ചെയ്യണം. അപ്പോഴാണ് അമ്മൻ്റെ മുടി നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട്. അപ്പോൾ മുടി കൊഴിഞ്ഞിട്ട് അമ്മയുടെ തലപ്പ് ഭാഗം നല്ല കോല് പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ശരി നമുക്ക് വെട്ടാം എന്നുള്ള ഒരു ഐഡിയക്ക് വന്നത്. അപ്പോൾ അമ്മ ഓൾറെഡി കുളിച്ചിട്ടുണ്ടായിരുന്നു. മുടി പിന്നെ ഡ്രൈ ആയി. അപ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ പേപ്പിൽ നിന്ന് പിടിച്ചിട്ട് അങ്ങനെ തെളിക്കുകയാണ് കേട്ടോ. പിന്നെ പൊതുവെ ഇങ്ങനെ കേട്ടൊരു അറിവുണ്ട്, ആൺകുട്ടികൾ മുടി വെട്ടിക്കാൻ മുടി നന്നായിട്ട് വളരും എന്ന ഒരു ടോക്കുണ്ട്. അതിലെത്രത്തോളം സത്യസന്ധത ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇതുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാനാണ് വെട്ടിക്കൊടുക്കാറ്. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് അമ്മയടുത്ത് ഇങ്ങനെ ചോദിക്കണം എത്ര വെട്ടട്ടെ. പിന്നെ എനിക്കും തോന്നി ഇത്
ഒരുപാട് കമ്മിയെ വെട്ടിയിട്ടും കാര്യമില്ല, മുടി ഒട്ടും ഒപ്പമില്ല. അപ്പോൾ ഇരിക്കുന്നത് ഭംഗിയായിട്ട് ഇരിക്കണം. പിന്നെ അമ്മയ്ക്ക് അത്ര ഹെയർ ഗ്രോത്ത് ഒന്നും ഇപ്പം ഇല്ല. അമ്മ അങ്ങനെ ക്ഷമയോടുകൂടി അങ്ങനെ ഹെയർ കെയർ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഞാൻ ഇങ്ങനെ ഹെയർ മാസ്ക് അങ്ങനെ ഇടുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കും. ചിലപ്പോഴും അമ്മ ഇടുള്ളൂ. അമ്മയ്ക്കിനെ തേച്ചിരിക്കാനൊന്നും അമ്മയ്ക്ക് അത്ര ക്ഷമയില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മുടിയും അങ്ങനെ മെല്ലെ പൊട്ടി പൊട്ടി പോകുന്നുണ്ട്, കൊഴിയുന്നുണ്ട്. ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞാലും കേൾക്കത്തില്ല. പിന്നെ അമ്മയ്ക്ക് സമയമില്ല. സൺഡേ പറയുമ്പോൾ ഓരോ കല്യാണം കാര്യങ്ങളായിട്ട് ഓരോ ഞായറാഴ്ച ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഞായറാഴ്ചയും പറ്റില്ല. അപ്പോൾ അടുത്ത ഞായറാഴ്ചയെങ്കിലും അമ്മയ്ക്ക് താളിയൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അമ്മയും കൂടി സഹകരിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ മുടിയൊക്കെ വെട്ടി ഇപ്പോൾ നനവിൽ കയറാണ്ട് കുറച്ച് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് കയറി നിൽക്കും കേട്ടോ. അമ്മേൻ്റെ കുറച്ച് ചുരുണ്ട മുടിയാണ്. കുറച്ചിങ്ങനെ ഇരിക്കണതാണ് കുറച്ചുകൂടി ഭംഗി. വെറുതെ കോല് പോലെ മുടി തൊങ്ങിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ വെട്ടാത്തത് എനിക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാട്ടോ. നല്ല തണുപ്പുള്ളതൊന്നും അമ്മയ്ക്ക് പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അമ്മയുടെ വായിൽ അറിയാണ്ട് ഇട്ട് കൊടുത്തു നോക്കിയതാണ്. നല്ല രീതിക്ക് തണുപ്പുണ്ടായിരുന്നു. അതിൻ്റെ റിയേഷൻ ആയിരുന്നു ഞാൻ ഈ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ആദ്യം അനി വായിലിട്ട് തന്നു. എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഫ്രൂട്ട്സൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു തണുപ്പിൻ്റെ ഐസ് കട്ട എന്തോന്നും അറിയില്ല. വായിൽ ഇട്ടിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ആട്ടോ. എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അക്ഷയ് എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്ത് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ കൊടുത്ത് ശീലമില്ല. മുന്നേ എൻ്റെ ഫ്രണ്ടിനൊക്കെ കല്യാണത്തിന് പോകുമ്പം ഞങ്ങൾ ഡ്രോയിങ് ചെയ്ത് കൊടുത്തത്. അതൊക്കെ പിന്നെ കുറച്ച് ഞങ്ങളൊരു ടീമായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടൊക്കെ പ്ലാൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ഏട്ടനെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അത് അനിയനും ഞാനും കൂടിയിട്ടായിരുന്നു അത് സംഭവം റെഡിയാക്കിയത്. അപ്പോൾ ഏട്ടൻ കണ്ടിട്ടില്ല. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ നമുക്കിത് ഞാൻ അറിയുന്ന ഒരു സ്റ്റുഡിയോയിലാണ് പറഞ്ഞിട്ട് നമ്മൾ ഫോണിൽ തന്നെ വാട്സപ്പ് വഴി അയച്ചു കൊടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായത്. നമ്മൾ വാങ്ങിയിട്ട് വന്നു. പിന്നെ ഇത് ഒന്ന് ഗിഫ്റ്റ് പേപ്പറിൽ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ശരി, ഈ പേപ്പറിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ സേഫ് ആവുമല്ലോ, സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ആവില്ലല്ലോ. നമ്മൾ ഗിഫ്റ്റ് അവൻ്റെ കയ്യിൽ എത്തുന്നവരേക്ക് കുറേ പേരിങ്ങനെ അങ്ങോട്ടേക്കൊക്കെ മാറ്റി വെക്കെടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അപ്പോൾ ഫോട്ടോ ഉള്ള ഭാഗത്തുനിന്ന് സ്ക്രാച്ച് കാര്യങ്ങൾ ആവേണ്ട വട്ടാണ് ഞങ്ങൾ ആ ഒരു ബ്രൗൺ കളറും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞത് ഒരു തലവേദനയുള്ളൊരു പണിയാണ്, വേഗം ആവുകയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊരു പേര് എഴുതാം കേട്ടോ. ഞാൻ സുമിത്ര ആൻഡ് ഫാമിലി വട്ട് എഴുതി വെച്ചത് കേട്ടോ. എന്താ വെച്ചാൽ ഗിഫ്റ്റിൻ്റെ മേലെ ഒട്ടിക്കാനുള്ള മറ്റേ നെയിം വിഷ് ചെയ്തിട്ടുള്ള മറ്റേ കാർഡുണ്ടല്ലോ, ആ സംഭവം അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയൊന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് വാങ്ങാൻ വിട്ടുപോയി. അപ്പോൾ ഓക്കെ, ഉള്ളിൽ എഴുതി വെക്കാം. എന്തായാലും ഇങ്ങനത്തെ സാധനം എനിക്ക് സാധനം കണ്ട് അറിയാമല്ലോ, ഞാനാണ് തന്നതെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഞാൻ അനിയും കൂടിയിട്ട് ഇങ്ങനെ ഒട്ടിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയോ കുറേ നേരം സമയം മെനക്കെട്ടതിന് ശേഷം ഞങ്ങളിങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഫൈനലി എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കുക കേട്ടോ. ചോറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറി രാവിലെ ഉണ്ടാക്കിയ കറി ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോന്ന് തോന്നുന്നു. രാവിലെ എന്തുണ്ടാക്കി? ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വെച്ച് മുട്ടപ്പൊരിയലും ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഈവനിങ് ഞങ്ങൾ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. അതാണ് എൻ്റെ ലുക്ക്, എൻ്റെ ഡ്രസ്സ്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ഒരു കളറും ഷെയ്ഡും ആ നെക്കിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ട് മൂൺ ഗുഡ്നസ്, പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്നറിയില്ല, ആ ഒരു ഇതിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഭയങ്കര ഞാൻ എന്തിനാണോ ഉദ്ദേശിച്ചിട്ട് വാങ്ങിയത് ആ ഒരു ഫംഗ്ഷനേക്ക് ഇടാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അവർ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു 90 ദിവസം വർക്കിംഗ് ഡേയ്സാണ്. പക്ഷെ ഞാൻ 90 ദിവസം കണക്കാക്കിയിട്ടായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ ഒരു മാസം ഒന്നും കൂടി ഡിലേ ആയി. എന്നിട്ട് വൈകി കിട്ടിയതാണെങ്കിലും എനിക്ക് പിന്നെ അതിന് ശേഷമുള്ള ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഇടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? അപ്പോൾ തടിയൊക്കെ വെച്ചതിന് ശേഷം എനിക്കിത് കുറച്ച് ലൂസാക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തലവേദനയാണ് കേട്ടോ. തടി വെച്ചാലും പ്രശ്നമാണ്. നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇഷ്യൂസാണ്. ഒന്നും കംഫർട്ട് ആവില്ല ഒന്ന് കറക്റ്റാക്കി എടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ എൻ്റെ ഫുള്ളായിട്ടുള്ളതൊന്ന് എടുത്തുതരാൻ പറഞ്ഞു കേട്ടോ. എൻ്റെ കാൽ ഭാഗമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ചപ്പലൊക്കെ നിങ്ങളിങ്ങനെ കാണണം. എൻ്റെ
ചെരുപ്പൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ താഴ്ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. പാൻറ്റ് ഇങ്ങനെ നമ്മുടെ ആംഗിൾ ലെങ്ത്തിലുണ്ടാവുള്ളൂ കേട്ടോ. പാൻറ്റ് ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാൻ തടിയില്ലാത്ത സമയത്ത് മെലിഞ്ഞിരുന്ന സമയത്ത് ഇടാൻ പറ്റുമായിരുന്നു പാൻറ്റ്. പക്ഷേ ടോപ്പ് മാത്രം നമുക്ക് ലൂസാക്കാൻ പറ്റും. ടോപ്പ് ഞാൻ ആൾട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ കയറി ഇവിടെ എത്തി കേട്ടോ. ഒരു 20 മിനിറ്റ് നിന്ന് നമുക്കിങ്ങനെ ബൈക്കിൽ വരാനുണ്ട്, ദൂരമുണ്ട്, 8 കിലോമീറ്ററിലേക്ക് അത്രയുണ്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. ഫ്രണ്ടിൻ്റെ ഫേസൊന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡൊക്കെ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഫുഡൊക്കെ വന്ന് കഴിച്ചു കേട്ടോ. എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഫുൾ ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തിരക്കിനിടയിൽ ആളുടെ ഫേസൊന്നും കാണാനേ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയും മാക്സിമം ശ്രമിച്ചു, പക്ഷെ ബാക്കിയുള്ളതിൻ്റെ ഫേസാണ് കാണുന്നത്. പിന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങനെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി. വലിയൊരു കല്യാണ മണ്ഡപമായിരുന്നു കേട്ടോ. അവിടുത്തെ വലിയൊരു കല്യാണ മണ്ഡപമായിരുന്നു. പിന്നെ ഏട്ടൻ വന്നിട്ട് തൊട്ടടുത്ത് തന്നെ വേറൊരു കല്യാണമുണ്ട് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ ഏട്ടൻ പോയിരിക്കണം. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഓക്കെ ഈ ചായയൊക്കെ കുടിച്ചിട്ട് വെയിറ്റ് ചെയ്ത്. ബ്ലൂ ടീ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലൂ ടീ ഒക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അമ്മയോട് ഇങ്ങനെ വീഡിയോ എടുത്തതാന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. അനിയൻ പിന്നെ ഒരു ഫോൺ കോളിലാണ്. ഞാനിങ്ങനെ ചായയും കുടിച്ച് നിൽക്കട്ടെ. ചായ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു എന്ത് പൂവാണ്, ഒരു ബ്ലൂ കളർ ഒരു പൂവില്ലേ, അതിൻ്റെ ഒരു ടീ കേട്ടോ. അപ്പം ഞാനത് ഇങ്ങനെ ടേസ്റ്റ് പറയാൻ എനിക്ക് വലിയ ഒരു പഞ്ചസാരൻ്റെ ഒരു മധുരം ആ ഒരു ടേസ്റ്റ് ഇല്ല. ഒരു പഞ്ചസാര അതന്നെ എനിക്ക് കാര്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഒരു എന്തോ ചെറിയൊരു ടേസ്റ്റ് എന്ന് അറിയുന്നുള്ളൂ കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച് അത്രയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെ, ഇത് കുറച്ച് ഹെൽത്തിന് നല്ലതാണെന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറേ നേരം ഇങ്ങനെ കുടിച്ച് സിപ്പ് ചെയ്ത് കുടിച്ചിരുന്നത്. നല്ല രീതിക്ക് ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓഡിറ്റോറിയം നല്ല രീതിക്ക് വലിയൊരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഏകദേശം എല്ലാവരും പോകാൻ തുടങ്ങി 8:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഏട്ടൻ വരുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു കല്യാണ മണ്ഡപത്തിന് മുന്നിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ട്രാഫിക് കാര്യങ്ങളൊക്കെ തിരക്ക് വണ്ടികളൊക്കെ വന്നിട്ട് കുറേ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബൈക്ക് വന്നിട്ട് ഞങ്ങളൊരു അമ്പലത്തിന് മുന്നിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വടക്കന്തറ ടെമ്പിൾ. അപ്പോൾ ഇവിടെ അങ്ങനെ കുറേയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമ്പോൾ എനിക്കറിയില്ല, വടക്കന്തറ ടെമ്പിൾ. അപ്പോൾ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യണം ഏട്ടന് വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ വന്നു, ഞങ്ങളങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം 8:30 കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തുമ്പോൾ 9 മണിയൊക്കെ ആവുന്നുണ്ടായിരുന്നു സമയം. അങ്ങനെ പോയി ഞങ്ങളങ്ങനെ വീടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാക്സിന് ഞങ്ങളൊരു തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഈ ഇടയ്ക്കായിട്ട് ഒന്നാമത് ക്ലൈമറ്റ് ചൂടാണ്, പിന്നെ അവന് ചിക്കനൊക്കെ കൊടുത്തതാണ്. അപ്പോൾ ചൂട് കാരണം കൊണ്ട് കുറച്ച് കൂളാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവനൊന്ന് ഈ തണ്ണിമത്തം വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തണ്ണിമത്തനും കാര്യങ്ങളൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അവനെല്ലാം മാക്സിമം എല്ലാം കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞങ്ങൾ ഫസ്റ്റത്തെ ഡോഗ് വന്നിട്ട് അങ്ങനെ എല്ലാം കഴിക്കില്ല. അവന് ചക്ക, പഴം അല്ലാണ്ട് വേറെ ഒന്നും കഴിക്കില്ല കേട്ടോ. ഇവനാണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ നല്ല രീതിക്ക് ആസ്വദിച്ച് കഴിക്കുന്നൊരു ആളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും 2-3 പീസൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ വന്നോട്ടെ. എനിക്ക് ഇനി ഡ്രസ്സൊക്കെ ഊരണം. എനിക്കിങ്ങനെ ഇട്ട് നിൽക്കുക പറഞ്ഞാൽ ഭയങ്കര മടുപ്പാണ്. അപ്പോൾ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ ആൾക്ക് കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സൗരഭന് ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ഡ്രസ്സിൽ ഈ ലുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടു. അപ്പോൾ അങ്ങനെ ഫ്രഷായി. അതിനുശേഷം ബ്ലൗസ്, ഇത് കസ്റ്റമറിൻ്റെ ബ്ലൗസാട്ടോ. ഇത് എംബ്രോയിഡിങ് ചെയ്യാൻ കൊടുക്കാനുണ്ട്. എംബ്രോയിഡിങ് അല്ല, ആരി വർക്ക് ചെയ്യാൻ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ നെക്കൊക്കെ ഒന്ന് വരഞ്ഞ് കറക്റ്റാക്കി കൊടുക്കണമല്ലോ, എന്നാലല്ലേ അവർക്ക് അവിടെ ആരി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ ഇതിനെക്കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ഉണ്ടായിരുന്നത്. കുറച്ച് നേരത്തെ അവർക്ക് 10-ാം തീയതിക്കാണ് കല്യാണം. അപ്പോൾ 3-ാം തീയതി തന്നെ വേണം പറഞ്ഞു. 3-ാം തീയതി വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം ഒരാഴ്ച ഗ്യാപ്പുള്ളൂ. അപ്പോൾ നമുക്ക് ആരി വർക്ക് ചെയ്ത് കിട്ടണം. ആരി വർക്ക് അറിയാമല്ലോ, ഒക്കെ സമയം എടുക്കും. പിന്നെ ഓരോ കല്യാണ സീസണാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബ്ലൗസ് ആരി വർക്ക് കിട്ടണം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബ്ലൗസ്, ഈ കളർ എന്താണ്, വയലറ്റ്, ഈ കളറിന് ബ്ലൗസ് തികയുന്നില്ല കേട്ടോ. ആളാണ് കുറച്ച് തടിയുള്ള ഒരാളും കൂടിയായിരുന്നു. കൈയൊക്കെ ലെങ്ത് ഉണ്ട്. അപ്പോൾ ബ്ലൗസിനാണെങ്കിൽ തുണിയും തികയാണ്ടായി. ആ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. കൈക്ക് മാത്രം മാർക്ക് ചെയ്തു, അപ്പോഴേക്കും ബോഡിക്ക് എവിടെ വെച്ചിട്ടും തികയുന്നില്ല. പിന്നെ അത് വേറെ കുറേ നേരം കൺഫ്യൂഷനായിട്ട് ഞാൻ ഫ്രണ്ടും ബാക്കൊക്കെ മാർക്ക് ചെയ്തു. ബാക്കും കൈയും മാർക്ക് ചെയ്തിട്ട് അതിനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശരി, കസ്റ്റമറിനെ വിളിച്ച് നോക്കിയിട്ട് നമുക്കിതിന് മാച്ചിങ് ആയിട്ട് തുണി എടുത്തിട്ട് അതിൽ വരച്ചിട്ട് കൊടുക്കാം എന്നുള്ളൊരു ഐഡിയയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അങ്ങനെ മാർക്ക് ചെയ്ത് നോക്കിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ അളവുകളും വെച്ച് നോക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇന്നലെ വന്നിട്ട് അമ്മൻ്റെ തിരുവാതിരൻ്റെ പ്രോഗ്രാമൊക്കെ നമ്മുടെ അസോസിയേഷനിൽ ഒരു ക്ലബ്ബ് ഇതിൻ്റെ ഭാഗമായിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് ഒരുങ്ങുമ്പോഴൊക്കെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഒതുക്കി വെച്ച് എനിക്കിങ്ങനെ കണ്ടെത്തുന്നത് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും. പിന്നെ അങ്ങനെ കിടക്കും കേട്ടോ, അങ്ങനെ വിട്ട് വയ്ക്കും. അപ്പോൾ എല്ലാം കൂടി ഒതുക്കി വളയും മാലകളൊക്കെ എല്ലാം മാറ്റി പിന്നെ ഹെയറും അത് ഇതുമായിട്ട് കുറേ ഇങ്ങനെ സ്പ്രെഡായി കിടക്കണം. അപ്പോൾ അതൊക്കെ നീറ്റാക്കിയിട്ട് ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടന്ന് ഉറങ്ങും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.